പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ഞായറാഴ്ച ദിവസം ബലിയർപ്പിക്കാം. നമ്മൾ കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് തീർത്ഥാടനം പോലും എല്ലാവരും ഒരുമിച്ചൊക്കെ വരുന്നു ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കിട്ടുക പോലുമില്ല. ജോലി മറ്റു കാര്യങ്ങളെല്ലാം ബഹളത്തിനങ്ങനെ പോകുമ്പോൾ നമ്മളതെല്ലാം മാറ്റിവെച്ച് തീർത്ഥാടനത്തിന് വന്നിരിക്കുക. ഇനി തീർത്ഥാടനത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ, ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കുർബാന സമയം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ആർക്കും നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ചിലപ്പോൾ അവർ മടി കാണിക്കും. നമ്മൾ സ്വീകരിക്കുമോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് തന്നെ ദൈവം പറഞ്ഞു തരണം. ദൈവം പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം, നിശബ്ദതയിലാണ്. ഒരു ധ്യാനാത്മക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് പല വിചാരമൊക്കെ മാറ്റി വളരെ ഭംഗിയോടുകൂടെ നല്ല ശ്രദ്ധയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ
പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവല ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ദാസരോട് കരുണയായിരിക്കുകയും അങ്ങ് കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവ്വം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീക്ഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ ഞങ്ങൾ സദാ ജാഗരൂകരായി ഇവ കാത്തുപരിപാലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മമ്മേദ്രയുടെ ഒക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാമിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാം തൻ്റെ കുടുംബത്തിൻ്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്നു. നിലംപെറ്റതാണ് അവനെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ
കടന്നു പോകരുത്. കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു, വേഗം 3 അടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാം വെണ്ണയും പാലും പാകം ചെയ്ത മുരിയിറച്ചിയും അവരുടെ മുന്നിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിപാലിച്ചു കൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ ഇല്ല. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ദുഷ്ടനെ പരിഹസിക്കാൻ കരുതുകയോ ദൈവഭക്തനോട് ആദരവ് കാണിക്കുകയോ നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുകയോ ചെയ്യുന്നവൻ കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കടത്തിന് പലിശ ഈടാക്കുന്നവയോ നിർദോഷിതരുടെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർബലനായിരിക്കും. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്വാസ്കർ എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ വരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതു തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യാത്രാമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ
സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയിൽ, ജീവിത രീതിയിൽ ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മുടെ ഒരു ധ്യാനാത്മക ജീവിതവും ശുശ്രൂഷ ജീവിതവും. രണ്ടും വേണം. ഇപ്പോൾ മർത്ത മറിയം എന്ന 2 കഥാപാത്രങ്ങളെ വെച്ച് ഇന്ന് നമ്മളോട് തിരുസഭ സന്ദേശം പറയുമ്പോഴും രണ്ടും നമുക്ക് വേണം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് അതങ്ങനെ ഈശോ പറയാൻ കാരണം ചിലപ്പോൾ മർത്ത അത് ഒരു പരാതി പോലെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്യുന്നു എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. 2 കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം, ഇത് ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷത്തിലുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുറെ കൂടി വ്യക്തമായിട്ട് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ലാസറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്. മറിയത്തെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11:2, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച നല്ല ഒരു പാപബോധം, അതായിരിക്കാം അടങ്ങി ഒതുങ്ങിയിരിക്കാൻ മറിയത്തെ സഹായിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് കുറേ കുറവുകളുണ്ട്, ഞാനതൊക്കെ പരിഹരിക്കട്ടെ, അത് ഞാൻ തന്നെ മനസ്സിലാക്കി തിരുത്തണം. എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറിയം ഈശോയുടെ പാദത്തിങ്കിൽ ഇരുന്നത്. ഇനി വീണ്ടും നമ്മളങ്ങനെ വരുമ്പോഴും ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി. അപ്പോഴാണ് അവർ യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പം മറിയമായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കിയത്. ഇപ്പോൾ മർത്തയാണ് ഒരുക്കുന്നത്. മർത്ത വിളിക്കാൻ പോയില്ലേ, ഈശോയെ വിളിക്കാൻ പോയി. അതൊരു യോഹന്നാൻ 11:20. അപ്പം മറിയമായിരിക്കും വീട്ടിലെ ഒരുക്കങ്ങൾ ചെയ്തത്. ഒന്നോർത്ത് വയ്ക്കുക, ഇത് വായിക്കുമ്പോൾ അപ്പോൾ ആരെയും നമ്മൾ തരം താഴ്ത്തി പറയാൻ നമുക്ക് പറ്റില്ല. മർത്ത യേശുവിനോട് പറഞ്ഞു. മർത്തയുടെ വിശ്വാസം ഒന്ന് കേട്ടെ. പാദത്തിങ്കലിരുന്ന മറിയം ഇവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് ഈശോ പറയുമ്പോൾ മർത്ത യേശുവിനോട് പറയുന്ന ഒരു 3 കാര്യങ്ങളാണ്. വിശ്വാസം പ്രഖ്യാപനമാണ്. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. അതായത് ഈശോ ദൈവത്തിൻ്റെ പുത്രനല്ല, ദൈവത്തോട് ഈശോ ചോദിച്ചാൽ അത് തരും എന്നെനിക്കറിയാം. അപ്പോൾ ആ ദൈവശാസ്ത്രം പോലും മർത്തയ്ക്കറിയാം. പിതാവ് പുത്രൻ ആ ഒരു ദൈവശാസ്ത്രം പോലും മർത്തയ്ക്കറിയാം. അതാണ് മർത്ത അങ്ങനെ പറയുന്നത്. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും നീ തരുമെന്നല്ല, ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉടനെ തന്നെ മർത്ത പറഞ്ഞു, 24-ാമത്തെ വാക്യമാണ് യോഹന്നാൻ 11:24. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന വിശ്വാസമല്ലേ? ഇവിടെ എത്ര രസകരമായിട്ടാണ് അത് പറയുന്നത്. ഇനി യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെങ്ങനെ കറക്റ്റ് അല്ലേ? ഒരു ആലോചന പോലും ഇല്ലാതെ അങ്ങനെ പറയാൻ സാധിച്ചു? അത് മർത്തയുടെ ഒരു പ്രത്യേകതയാണ്. ഇനിയും മറിയത്തെക്കുറിച്ച് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ 32-ാം വാക്യത്തിൽ പറയുന്നു, മറിയം
യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ഇതാണ് ഇത്. ഈ രണ്ടുപേരുടെ വിശ്വാസം ഒരേപോലെയാ. രണ്ടുപേരും വളരെ മത്സരിച്ച് ഈശോയോട് വിശ്വാസം പറയുന്നത് പോലെയാണ്. പക്ഷെ ഇത് രണ്ടും വേണം, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ലാറ്റിൻ കുർബാനയിലും ഇപ്പം യൂക്കരിസ്റ്റിക് പ്രയർ ചൊല്ലുമ്പോഴും അതിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഈ രഹസ്യം, അത് വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന പ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ ചൊല്ലുന്ന പ്രാർത്ഥനയിലാണത്. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും രണ്ടും വേണം. അങ്ങയുടെ മുമ്പിൽ നിൽക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം, ദൈവത്തെ പരിചരിക്കണം, ദൈവത്തെ ശുശ്രൂഷിക്കണം. ഇത് രണ്ടും നമുക്ക് ആവശ്യം. ഇത് രണ്ടും കൂടിയുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അപ്പം ഇത് വളരെ രസകരമാണ്. നമുക്ക് ചില ആളുകളുണ്ട്, പ്രാർത്ഥനയൊന്നും ഉണ്ടാകില്ല, പ്രവൃത്തി മാത്രമായിരിക്കും, ഭയങ്കര ചെയ്ത്തായിരിക്കും, ഭയങ്കര ചെയ്ത്ത്. പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ ഭയങ്കര ചെയ്ത്ത്, പക്ഷേ കൃപ ഉണ്ടാകില്ല. കൃപ ഉണ്ടാകണ ഒരു കാര്യം പോലും ചെയ്യല. ഞാൻ കൈക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ചില ഭയങ്കര അഭിമാനത്തോടെ പറയും, കൈക്കാരനാണ് ഞാൻ, പള്ളിക്കമ്മിറ്റി അംഗമാണ്, ഭയങ്കര ചെയ്ത്ത, പള്ളിക്കടന്ന് ഭയങ്കര ചെയ്ത്ത. പക്ഷേ ആ വ്യക്തികളോട് ആരും വന്നിട്ട് ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ ചേട്ടാ എന്ന് പറയല. കാരണം കൃപയുള്ളതായിട്ട് തോന്നിയല. കൃപ വേണം, അഭിഷേകം വേണം. അത് ധ്യാനാത്മക ജീവിതത്തിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. അത് കർത്താവിന് മുമ്പിൽ നിൽക്കണം. നമുക്കല്ലെങ്കിലും നമ്മളിങ്ങനെ ബഹളത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ യാത്ര അത്ര സുന്ദരമാണ്. നിങ്ങൾ ട്രെയിനിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്തവർക്ക് നിന്നിട്ട് ഒന്നെങ്കിൽ ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റും, ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റും. പല കാര്യങ്ങളും ആലോചിക്കാൻ പറ്റിയ മണിക്കൂറുകൾ, 10, 11, 12 മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ ഇല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതും ഇവിടെ നമുക്ക് ധാരാളം സ്ഥലമുണ്ട്, സമയമുണ്ട്, നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ധ്യാനാത്മക ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആരും പറഞ്ഞു തരികയില്ല. ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ ആരാ പറഞ്ഞു തരിക? ചേട്ടനൊരു കുറവുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ? പറഞ്ഞെന്നാൽ ഇഷ്ടപ്പെടുവോ? പറഞ്ഞെന്നാൽ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? എങ്ങനെ കറക്റ്റ് ചെയ്യും? ദൈവം തന്നെ പറഞ്ഞു തരണം, ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ചിലപ്പോൾ ഒരു 5-6 പേര് കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു അരുതാത്തത്, ഒരു നെഗറ്റീവ്, ഒരു കമൻറ്റ്, ഒരു അൺനെസസറി ടോക്ക് നമ്മൾ നടത്തിയെന്ന് കരുതുക. അപ്പോൾ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ അവർ നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കും, അതൊരു ഹിൻ്റ്. ഇനി ചിലപ്പോൾ അവർ പെട്ടെന്ന് സൈലൻ്റായി പോകും. നമ്മളൊരു നെഗറ്റീവ് കമൻറ്റിനെ പ്രതി അവർ പെട്ടെന്നെല്ലാം നിശബ്ദരാകും. അത് നമുക്കുള്ളൊരു ഹിൻ്റ്. അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കാൻ സാധിക്കും. ഈ ധൂർത്തപുത്രൻ പന്നിക്കുട്ടി ബഹളം വെച്ച് നടന്നവനാ. അവന് എനിക്ക് സ്വത്തെല്ലാം വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതാ. പക്ഷെ പന്നിക്കൂട് ഒരു സ്വസ്ഥതയുടെ സ്ഥലമായി മാറി. അവൻ ആരും മിണ്ടാനില്ല. അവൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപ കൂടി കിട്ടിയപ്പോൾ, വീട്ടിൽ അപ്പനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടി കിട്ടി, പരിശുദ്ധാത്മാവിനെ കൂടി കിട്ടിയപ്പോഴും അവന് സുബോധം ഉണ്ടായി. എങ്ങനെ അവന് തീരുമാനിക്കാൻ പറ്റി? നമ്മൾ രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകി വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദേവാലയ ശുശ്രൂഷകൾ നമ്മൾ ഒത്തിരി സഹായിക്കും. ഒരു മനുഷ്യൻ്റെ ആത്മീയത, പക്ഷെ ആത്മീയത മാത്രം പോരാ. ആത്മീയത ഇങ്ങനെ ഭയങ്കര ഒരു ആളുകളെ കാണിച്ചുകൊണ്ട് ആത്മീയത കൊണ്ട് നടക്കുന്നവർ അവർ വീട്ടിലൊന്നും കൊള്ളുകയില്ല. ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. വീട്ടുകാർ തന്നെ ചോദിക്കും, താനൊക്കെ എന്തിനാണോ പള്ളി പോയിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ ആത്മീയത നമ്മളെ സഹായിക്കും, പക്ഷേ നമ്മുടെ പ്രവൃത്തിയും അതും കൂടെ ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളും നടപടികളും, തീരുമാനം അതെടുക്കുന്നത് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ്. ബഹളത്തിൽ നമുക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ധൂർത്തപുത്രൻ തീരുമാനമെടുത്തു, അത് നടപടിയായി. അവൻ എഴുന്നേറ്റ പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ നടപടിയും കൂടി വേണം. ഈശോ തിയററ്റിക്കലായിട്ട് ഈശോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവ സ്നേഹമാണെന്നൊക്കെ ഈശോ പറഞ്ഞിട്ട് ഈശോ അത് കാണിച്ചു തന്നു. അതാണ് പരിശുദ്ധ കുർബാനയിൽ ഇത് രണ്ടും ഉണ്ട്. ഇപ്പോൾ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ കാഴ്ചവയ്പ് മുതൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ. അവിടെ ഈശോ പാടുപീടകളേറ്റ് മരിച്ചതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പം വാക്കും പ്രവൃത്തിയും അത് രണ്ടും നമുക്ക് വേണം. മറിയത്തിൻ്റെ ധ്യാനാത്മക ജീവിതം
അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിയം അങ്ങനെ ഒരു ധ്യാനാത്മക ജീവിതം നയിച്ചത് കൊണ്ടാണ് മറിയത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ഇപ്പൊ കർത്താവിൻ്റെ ദൂതൻ വരും, നീ മറുപടി പറയണം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്? അതെങ്ങനെ മറിയത്തിന് പറയാൻ പറ്റി? മാതാപിതാക്കൾ അന്നയും യുവാക്യമം പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ലല്ലോ. അപ്പോ ആ ധ്യാനാത്മക ജീവിതം, അങ്ങനെ അതിലാണ് ആ മംഗളവാർത്ത ശ്രവിക്കാൻ സാധിച്ചതും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിച്ചതും. പിന്നെ നടപടിയാണ്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ കാനായിലെ കല്യാണ നാളിൽ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ കുരിശിന്റെ വഴിയിൽ കാണുന്നുണ്ട്. മറിയം നടപടിയാ. പിന്നെ നടപടിയാ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു, ഈശോയുടെ ശരീരം വാങ്ങിച്ചെടുക്കുന്നു, മടിയിലേക്ക് സ്വീകരിക്കുന്നു, സഹിയോൻ മാളികയിൽ കാണുന്നു. ഇപ്പം നടപടി, ശുശ്രൂഷകൾ വേണം. ഇല്ല, ഇന്ന് ഒന്നാം വായന വളരെ സുന്ദരമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ആ വചനഭാഗം ബെഡ്റൂമിലിരുന്ന് വായിച്ചു നോക്കും, അവർക്കത് അഭിഷേകമായിട്ട് നിറയും. ഉൽപ്പത്തി 18:1 മുതൽ 15 വരെ, 10 വരെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. 15 കൂടി 5 വചനങ്ങൾ കൂടി ചേർത്ത് വെച്ച് എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ നിറയും. ഒരു അനുഗ്രഹമാണ്. കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ദൂതന്മാർ വന്നത്? 3 ആളുകൾ വന്നിട്ട് അബ്രാഹത്തോട് പറയുന്നത് ഇത് പരിചരണത്തിന് ശേഷമാണ്. അവർ താണു വീണു വണങ്ങി ആരാധിച്ച് അവരെ ബഹുമാനിച്ച് വീട്ടിൽ കയറ്റി അവരെ ഭക്ഷണം കൊടുത്ത് അവരെ പരിചരിച്ചു. ഇങ്ങനെ നമ്മളിങ്ങനെ ദാസന്മാരിങ്ങനെ മാറി നിന്ന് തൊട്ടടുത്ത് നിന്ന് അവർക്കെല്ലാം വേണ്ടതൊക്കെ വിളമ്പി, അങ്ങനെ ഇനി എന്ത് വേണം എന്ന് ചോദിച്ച് പരിചരിക്കുന്നത് പോലെ അവർ ചെയ്തു. ഇത് വളരെ വളരെ വ്യക്തമാണ്. ഈ നമ്മുടെ അരിമത്തക്കാരൻ ജോസഫിന് അറിയാമല്ലോ, രഹസ്യ ശിഷ്യനായിരുന്നു. നിക്കോദെമോസ് പണ്ട് ഈശോയെ കണ്ടുമുട്ടിയിട്ട് പിന്നീട് പരിസേരിൽ പ്രമുഖരായ ഇവർ 2 പേരും ഈശോയെ ജീവിച്ചിരുന്നപ്പോഴോ വേണ്ട വിധം സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചില്ല, ഈശോയെ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല. ഒരിക്കൽ നിക്കോദെമോസ്, അത് യോഹന്നാന്റെ സുവിശേഷം 7:51 നിക്കോദെമോസ് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ല, ഒരു ആക്ഷൻ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് മരണത്തിന് ശേഷം അവർ ആ ശരീരം വാങ്ങിയെടുത്തിട്ട് അവർ അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ പൂശി അത് നന്നായിട്ട് അടക്കി ഈശോയ്ക്ക് വേണ്ടി. മറിയം ചെയ്ത് കണ്ടോ, ഈശോയുടെ മരിച്ച ശരീരം, മരണപ്പെട്ട് കുരിശിൽ മരിച്ച ഈശോയുടെ ശരീരം മടിയിലേക്ക് വേണ്ടത്ര ബഹുമാനത്തോടെ സ്വീകരിച്ചത് കണ്ടോ. അപ്പോൾ നമുക്കൊക്കെ സഭയിൽ പ്രാർത്ഥനയും വേണം, നമ്മുടെ കുർബാന സ്വീകരണം, കുംഭസാരം, ഇതൊക്കെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളാണ്. കുർബാന സ്വീകരിക്കുക, കുംഭസാരിക്കുക, സഭയോട് ചേർന്നുള്ള ജീവിതം യഥാർത്ഥത്തിൽ ശുശ്രൂഷാ ജീവിതമാണ്. ഇങ്ങനെ ചെറിയവൻ വലിയവൻ ആരെന്നുള്ള തർക്കമുണ്ടായപ്പോൾ ഈശോ പറയാണ്, അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവരെ പോലെയാണ്. ഇങ്ങനെ ഏലിയായുടെ ശിഷ്യനാണ് എലീഷ. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഏലിയായുടെ ശിഷ്യനാണ് എലീഷ എന്ന് പരിചയപ്പെടുത്തുന്നതിന് പകരം ബൈബിള് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. വെള്ളം പകർന്നു കൊടുത്തവൻ. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് അങ്ങനെയെങ്കിൽ അമ്മ മാത്രമല്ല, ഭാര്യ മാത്രമല്ല വീട്ടിൽ ജോലി ചെയ്യേണ്ടത്, അപ്പനും ഭർത്താവും വീട്ടിൽ ജോലി ചെയ്യണം. ആണുങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല എന്നൊരു വിചാരം പാടില്ല. നമുക്ക് നമ്മുടെ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഈ വാക്കും പ്രവൃത്തിയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് വരാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണം. 2ഉം പ്രധാനപ്പെട്ടതാണ്. മറിയം ചെയ്തതും മർത്ത ചെയ്തതും പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ വഴിയും നമുക്ക് ജീവിതത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും
ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ആഗോള കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, കത്തോലിക്ക സഭയിലെ എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകമായി ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകളെയും ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങളെയും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥർ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലവിധ ആവശ്യങ്ങളുമായി വന്നിരിക്കുന്ന എല്ലാവരെയും അവരവരുടെ ആവശ്യങ്ങളോടൊത്ത് അവരനുഗ്രഹിക്കുകയും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. സഭയോട് ചേർന്നുള്ള ജീവിതം സഭയെ പരിചരിക്കുന്നത് പോലെയാണല്ലോ കർത്താവെ. സഭയോട് മരണം വരെ ചേർന്ന് നിൽക്കാൻ, അത് ഈശോയെ പരിചരിക്കുന്നതിന് തുല്യമായി കരുതി സ്നേഹത്തോടെ സഭയിൽ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നാഥാ, സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ബലിയുടെ സമ്പൂർണതയാ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെ എല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിൻ്റെ കാണിക്കകൾ പോലെ ഇതിനെയും അത് അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ.
ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതയുടെ അധ്യക്ഷനായ മാർ സഹായ രാജ്യമെത്രാനോടും എല്ലാ വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട മാർയൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ ഞങ്ങളിൽ കനിണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ ഞങ്ങളിൽ കനിണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ എന്നിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.